Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. യേശു നൽകിയ അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് നിലവിളിച്ചു പ്രാർത്ഥിക്കാം. നിന്റെ രോഗം എന്തുമാവട്ടെ, എത്ര മാരക രോഗമാണെങ്കിലും, വൈദ്യശാസ്ത്രം കൈവിട്ടതാണെങ്കിലും, യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ സാധിക്കും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. എന്താ പേര്? ദീപയുടെ ഏത് ചെവിക്കാ കഴിവില്ലാത്ത? പ്രധാനമായിട്ട് ഏത് ചെവിയാണ്? വലത് ചെവിയാണ്. ഈ വലത്ത് ചെവി കഴിവില്ലാണ്ട് ഓപ്പറേഷൻ ചെയ്ത കഴിവുണ്ടോ? ഇടത്തെ ചെവിക്ക് ഒട്ടുമില്ല. ഹോളുണ്ട് രണ്ട് ചെവിക്ക്. അപ്പൊ കേൾവിയില്ലാത്ത ചെവി ഏതാ? വലത്തെ ചെവിയാണ്. വലത്തെ ചെവി ഓപ്പറേഷൻ ചെയ്താണ്. എന്നിട്ടും ഈ വലത്തെ ചെവിക്ക് കേൾവിയില്ല. ഇടത്തെ ചെവിക്ക് ഹോളുണ്ട്, പക്ഷെ അത് കേൾക്കാനും പറ്റുന്നുണ്ട്. ഈ ഇടത്തെ ചെവി ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സൗഖ്യം തരുമോ? വിശ്വാസമുണ്ട് ഈ വലത്തെ ചെവിക്ക് കേൾവി കിട്ടുമോ? വിശ്വാസമുണ്ട്. ചേച്ചിക്ക് വിശ്വാസമുണ്ട് വലത്തെ ചെവിക്ക് കേൾവി കിട്ടുന്നു. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തൂവാലയാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ 11-12 വചനങ്ങളിൽ പൗലോസ് അപ്പസ്തോലന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. രോഗികളെ സ്പർശിച്ചു, രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നെന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടു പുറത്തുപോയി. തൂവാല പിടിച്ച് ആ വലത്തെ ചെവിയിലോട്ട് വെച്ചു. ഹല്ലേലൂയ. പൗലോസ് അപ്പസ്തോലന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും സ്പർശിച്ചപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിച്ചു. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 5:15 വായിക്കുന്നുണ്ട്. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിച്ചു. രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്ര വിളിമ്പിൽ സ്പർശിച്ചു, ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യം പ്രാപിച്ചു. കർത്താവിന് സൗഖ്യം നൽകുവാനായിട്ട് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സൗഖ്യം നൽകുവാൻ, അനുഗ്രഹിക്കുവാൻ വ്യത്യസ്തമായ വഴികളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൂവാലങ്ങന്ന് അച്ചിപ്പടിച്ച് ഈ തൂവാല ചെവി വെക്കുമ്പോൾ ശക്തമായ ചൂട് ഫീൽ ചെയ്തോ? ശക്തമായ ചൂട് ചെവിക്കുള്ളിൽ കയറുന്ന പോലെ ഉണ്ടോ? ഈ തൂവാല വെക്കുമ്പോൾ ഈ തൂവാലയ്ക്ക് നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു. ഇടത്തെ ചെവി നന്നായിട്ട് അടച്ചു. ചേച്ചി ഒച്ചത്തിൽ പറഞ്ഞു, ഞാൻ പതുക്കെ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പേരെന്താ? ദീപ. ഭർത്താവിന്റെ പേര്? മാത്യു. മക്കൾ എത്ര പേരുണ്ട്? 2. വീട് എവിടെയാ? നരിക്കൽ. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു അങ്ങേക്ക് മഹത്വം. ആമേൻ. കേൾക്കാം. ഹല്ലേലൂയ. കേൾക്കാം. ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ?
കേട്ടു. ആരാ സൗഖ്യം നൽകിയത്? യേശു. ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ല, ഞാൻ എൻ്റെ ഈ ടവല് കൊടുത്തു, ഇവിടെ വെച്ചു. ഈ ടവല് ഞാൻ തിരിച്ചു മേടിക്കുമ്പോൾ ഈ ടവല് ശക്തമായിട്ട് പൊള്ളുന്ന ചൂടായിരുന്നു. ഈ മകൾ തന്നെ പറയുന്നുണ്ട് ചെവിക്കുള്ളിലേക്ക് ചൂട് കയറുന്നതായിട്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിയാണിത്. ഹല്ലേലൂയ. Oh Jesus, you